കുറിച്ചപ്പോൾ ജനങ്ങളിൽ പലരും പ്രകടിപ്പിക്കുന്ന ഒരു ആശങ്കയാണിത്. ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് പഴയ സ്റ്റോക്ക് ആയതിനാൽ വില കുറയ്ക്കാൻ പാടില്ല എന്നും മുൻപ് കൊടുത്തിരുന്ന ഓർഡർ അനുസരിച്ച് മുൻപ് നൽകിയിരുന്ന അഡ്വാൻസ് അനുസരിച്ചുമാണ് സാധനങ്ങൾ ലഭ്യമായിരിക്കുന്നത്. അതിനാൽ വിലക്കുറവ് ഉടൻ നടപ്പിൽ വരുത്താൻ കഴിയില്ലെന്നും വ്യാപാരികൾ വാദിച്ചേക്കാമെന്ന് പലരും ഭയപ്പെടുന്നു. എന്നാൽ ഈ ഭയത്തിന് അടിസ്ഥാനമില്ല. ഇത്തരമൊരു നീക്കം ഉണ്ടാകാൻ പോകുന്ന കാര്യം സർക്കാർ മുൻകൂട്ടി തന്നെ ഉൽപാദന മേഖലയെ അറിയിച്ചിരുന്നതാണ്. അതിനെക്കുറിച്ചുള്ള അവബോധം ജനങ്ങൾക്ക് നൽകുകയും കർശനമായ മാർക്കറ്റ് മോണിറ്ററിംഗ് സംസ്ഥാന സർക്കാരുകൾ തയ്യാറാക്കുകയും ചെയ്താൽ വ്യാപാരികൾ ഇത്തരമൊരു തട്ടിപ്പിന് ഒരുങ്ങുകയില്ല. കനത്ത മത്സരം നിലനിൽക്കുന്ന ഭാരതത്തിലെ തുറന്ന മാർക്കറ്റിൽ ഇത്തരം ഒരു തട്ടിപ്പിനുള്ള സാധ്യത തീരെ കുറവാണ്. പ്രത്യേകിച്ചും ഓൺലൈൻ മാർക്കറ്റുകൾ സുഗമമായി ലഭ്യമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ 48,000 കോടി രൂപ നഷ്ടം സഹിച്ച് ഏർപ്പെടുത്തിയ GST പരിഷ്കാരങ്ങൾ സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക സഹായമാണ് പ്രദാനം ചെയ്തത്. 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 സ്ലാബുകളായി നിശ്ചയിച്ചിരിക്കുന്ന GST നിരക്കുകൾ 5%, 18% എന്ന 2 സ്ലാബുകളിലേക്ക് വെട്ടിച്ചുരുക്കിയതിലൂടെ സാധാരണക്കാരിലേക്ക് 2 ലക്ഷം കോടി രൂപ സാമ്പത്തികമാണ് എത്തിയത്. പ്രധാനമായും സാധാരണക്കാർക്ക് 16 മേഖലകളിലായിട്ടാണ് ഈ പ്രയോജനങ്ങൾ ലഭിക്കുക. വീട് നിർമ്മാണം, വാഹനം സ്വന്തമാക്കൽ, ആരോഗ്യ സംരക്ഷണം, യാത്ര, ഹോട്ടൽ താമസം, ലൈഫ് ഇൻഷുറൻസ് പോളിസി, വീട്ടമ്മമാർ, രോഗികൾ, നിർമ്മാണ തൊഴിലാളികൾ, വാഹന ഉടമസ്ഥർ, വീട്ടുപകരണങ്ങൾ, കൃഷിക്കാർ, വിദ്യാർത്ഥികൾ, ഭക്ഷണം എന്നീ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഇതുകൂടാതെ ജിംനേഷ്യ, യോഗ, ബ്യൂട്ടി പാർലർ, ഹെയർ കട്ടിംഗ് എന്നിങ്ങനെ സമൂഹത്തിലെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന സർവതല സ്പർശിയായ പരിഷ്കരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഓരോ മേഖലയിലും ഇവ എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്നും എത്ര രൂപ വരെ ലഭിക്കാൻ കഴിയുമെന്നും പരിശോധിക്കാം. വീട് നിർമ്മാണം. സിമന്റ് ഒരു ചാക്കിന് 35 രൂപ മുതൽ 55 രൂപ വരെയും, വാർക്ക കമ്പിക്ക് 8 രൂപ മുതൽ 11 രൂപ വരെയും, തറയിൽ വിരിക്കുന്ന ടൈലിന് ഒരു ചതുരശ്ര അടിക്ക് 35 രൂപ മുതൽ 80 രൂപ വരെയും, പെയിന്റ് ലിറ്ററിന് 60 രൂപ വരെയും കുറയും. 3 കിടപ്പുമുറിയും അടുക്കളയും ഹാളുമുള്ള വീട് പണിയുമ്പോൾ 1.5 മുതൽ 3 ലക്ഷം രൂപ വരെയാണ് കുറവ് വരിക. കാർ വാങ്ങുന്നവർക്ക് ചിലവ് കുറഞ്ഞ കാറുകൾ ഇന്ന് ആഡംബരമല്ല. 11 വർഷത്തിനിടെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തിയ 25 കോടി ആളുകൾ ഇന്ന് ഇടത്തരക്കാരാണ്. അവരുടെ സ്വപ്നമായിരുന്ന കാർ യാഥാർത്ഥ്യമാകുമ്പോൾ അത് മാരുതി ആണെങ്കിൽ 1.25 ലക്ഷം രൂപ വരെയും, ടാറ്റയാണെങ്കിൽ 1,50,000 രൂപ വരെയും, മഹേന്ദ്രയുടേതാണെങ്കിൽ 1,56,000 രൂപ വരെയും, ടൊയോട്ടയുടെ ഫോർച്യൂണർ ആണെങ്കിൽ പോലും 3,49,000 രൂപ വരെയും, കിയ കമ്പനിയുടെ കാർണിവൽ കാർ ആണെങ്കിൽ 4,48,000 രൂപ വരെയും, ഹൂണ്ടായുടെ കാർ ആണെങ്കിൽ 2,40,000 രൂപ വരെയും വിലക്കുറവാണ് ലഭിക്കുക. ചെറുതും ഇടത്തരവുമായ കാറുകളുടെ വിലയിൽ 40,000 മുതൽ 4 ലക്ഷം വരെയാണ് വിലക്കുറവ് ലഭിക്കുക. സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ മാർക്കറ്റിലും ഈ വിലക്കുറവ് പ്രതിഫലിക്കും. മരുന്ന് കഴിക്കുന്നവർക്ക് 12% നികുതി നൽകിയിരുന്ന 33 ജീവൻ രക്ഷ മരുന്നുകൾക്ക് നികുതി എടുത്തു കളഞ്ഞു. മറ്റു മരുന്നുകൾക്കുണ്ടായിരുന്ന 12% നികുതി 5%. പുറമെ സർജിക്കൽ ഉപകരണങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സാനിറ്ററി നാപ്കിനുകൾ, പ്രായമായവർക്കും കുട്ടികൾക്കുമുള്ള ഡയപ്പറുകൾ, ഗ്ലൂക്കോമീറ്റർ, BP പരിശോധിക്കുന്ന യന്ത്രം തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾക്കുമുള്ള നികുതി 5%. മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിയുടെ മേലുണ്ടായിരുന്ന നികുതി പൂർണ്ണമായും എടുത്തു കളഞ്ഞു. ഇത് വ്യാപകമായ രീതിയിൽ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് സഹായിക്കും. ജീവിത നിലവാര ഉയർച്ച ഒരു തവണ മാത്രമോ ദീർഘകാലത്തേക്കോ സാധാരണക്കാർ വാങ്ങുന്ന ടെലിവിഷൻ, എയർ കണ്ടീഷണർ, ചെറിയ കാറുകൾ, ബൈക്കുകൾ, അടുക്കളയിലെ യന്ത്ര ഉപകരണങ്ങൾ എന്നിവയ്ക്കെല്ലാം ഉണ്ടായിരുന്ന നികുതി 18% കുറച്ചപ്പോൾ ഒറ്റത്തവണ മാത്രം ചെലവാക്കേണ്ടി വരുന്ന ഈ ചെലവുകൾ കൊണ്ട് ജീവിത നിലവാരം ഏറ്റവും ഉയർന്നതാക്കി മാറ്റുവാൻ സാധിക്കുന്നു. ഹോട്ടൽ വാടക. ഒരു രാത്രിക്ക് 7,500 രൂപ വരെ വാടക വരുന്ന ഹോട്ടൽ മുറികളുടെ നികുതി 5% ഒരു രാത്രി ഉറങ്ങുന്നതിന് ഒരാൾക്ക് 2,250 രൂപ വരെ ലാഭിക്കാം. ജിംനേഷ്യ, യോഗ സെന്റർ, ബ്യൂട്ടി പാർലർ, ഹെയർ കട്ടിംഗ് സലൂണുകൾ ഈ ആരോഗ്യ സൗന്ദര്യ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന ഉയർന്ന നികുതി 5%-ലേക്ക് കൊണ്ടുവന്നു. ഇതുവഴി ആരോഗ്യ സംരക്ഷണം, സൗന്ദര്യ സംരക്ഷണം,
പുതിയ തൊഴിൽ മേഖലകളുടെ വികാസം എന്നിവയാണ് തുറന്നു കിട്ടുന്നത്. രോഗികൾക്ക് നിരന്തരം മരുന്ന് കഴിക്കുന്ന രോഗികൾക്ക് 0%, 5% എന്നീ നിരക്കുകളിലേക്ക് മരുന്നിന്റെ നികുതി കുറച്ചപ്പോൾ ശരാശരി ഒരു മാസം 500 മുതൽ 2000 രൂപ വരെ മരുന്നിന് ഈ ഇനത്തിൽ ലാഭിക്കാം. കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ, സാനിറ്ററി നാപ്കിനുകൾ, മുതിർന്നവർക്കുള്ള ഡയപ്പറുകൾ, ഗ്ലൂക്കോമീറ്റർ, BP പരിശോധിക്കുന്ന ഉപകരണം തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾക്കും മുമ്പുണ്ടായിരുന്ന 18%, 12% നികുതി നിരക്കുകൾ 5% കിടപ്പ് രോഗികൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു മാസം 500 മുതൽ 2000 രൂപ വരെ ലാഭിക്കാം. വീട്ടമ്മമാർക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന യന്ത്രോപകരണങ്ങൾക്കും 28% നിന്ന് 18% നികുതി കുറയുമ്പോൾ കൂടുതൽ വീടുകളിലെ അടുക്കളയിലേക്ക് ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും. ഡിഷ് വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, ഇലക്ട്രിക് ഓവൻ, മിക്സി ഗ്രൈൻഡർ, തറ തുടയ്ക്കൽ യന്ത്രം, കുക്കിംഗ് റേഞ്ചുകൾ എന്നിങ്ങനെ 10,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയെങ്കിലും ഒരു അടുക്കളയിൽ സാമ്പത്തിക ലാഭമുണ്ടാകും. കർഷകർക്ക് വളം, കീടനാശിനി, കാർഷിക യന്ത്രങ്ങൾ, ജലസേവന ഉപകരണങ്ങൾ എന്നിവയ്ക്കെല്ലാം നികുതി നിരക്കുകൾ 5%. ഇതുപ്രകാരം ട്രാക്ടറിന് 65,000 മുതൽ 1 ലക്ഷം രൂപ വരെയും മറ്റു ഉപകരണങ്ങൾക്കും സാമഗ്രികൾക്കും 5,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയും ഒരു ഹെക്ടറിന് കുറവ് അനുഭവപ്പെടും. വാഹന ഉടമകൾക്ക് ഓട്ടോറിക്ഷ മുതൽ കണ്ടെയ്നർ ലോറി വരെ സ്വന്തമായിട്ടുള്ള ചെറുകിട, ഇടത്തരം, വൻകിട വാഹന ഉടമകൾക്കെല്ലാം നികുതി നിരക്ക് 28 നിന്ന് 18 കുറഞ്ഞതിനാൽ ഓട്ടോറിക്ഷയ്ക്ക് വർഷം 3,000 രൂപ മുതൽ ഒരു കണ്ടെയ്നർ ലോറിക്ക് ഒരു വർഷം 3 ലക്ഷം രൂപ വരെ ചിലവ് കുറയും. ഹിറ്റാച്ചി, JCB, കല്ലുടയ്ക്കുന്ന യന്ത്രം, കല്ല് തുരക്കുന്ന യന്ത്രം എന്നിവയ്ക്കെല്ലാം ഈ ആനുകൂല്യം ലഭിക്കുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ലാഭം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ്. വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്കുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ, പഠനോപകരണങ്ങൾ എന്നിവയ്ക്ക് വില കുറയുന്നതിനാൽ വിദ്യാഭ്യാസ മേഖലയിൽ രക്ഷിതാക്കളുടെ ഭാരം കുറയും. ഭക്ഷണം, പറാത്ത, ചപ്പാത്തി, പിസ്സ, ബ്രെഡ് എന്നിവയ്ക്കുണ്ടായിരുന്ന 18% നികുതി എടുത്തു കളഞ്ഞു. പാൽ ഉൽപ്പന്നങ്ങൾ, ചീസ്, പനീർ എന്നിവയ്ക്കുണ്ടായിരുന്ന 18% നികുതി 5% കുറച്ചു. ഐസ്ക്രീം, കെച്ചപ്പ്, ബിസ്ക്കറ്റ്, ഉണങ്ങിയ പഴങ്ങൾ, കറിക്കൂട്ടുകൾ, ചോക്ലേറ്റ്, കോഫി എന്നിവയുടെ 12% നികുതി 5%. ഇതുവഴി 4 പേരടങ്ങിയ ഒരു കുടുംബം 24 മണിക്കൂർ സമയം യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം ഇനത്തിൽ കിട്ടുന്ന ലാഭം ഏറ്റവും കുറഞ്ഞത് 500 രൂപ മുതൽ 1,200 രൂപ വരെയാണ്. തൊഴിൽ വർധനവ് കൂടുതൽ ഭക്ഷണവും ഉൽപ്പന്നങ്ങളും യന്ത്രങ്ങളും സാമഗ്രികളും വാങ്ങുവാനുള്ള പണം സാധാരണക്കാരായ 50-ൽ പരം കോടി ഇത്തരം കുടുംബങ്ങളിലേക്കാണ് എത്തുന്നത്. അതായത് ഭാരതത്തിലെ മധ്യവർഗങ്ങളായ 50 കോടിയിൽ പരം ജനങ്ങൾക്ക് പ്രതിവർഷം 2 ലക്ഷം കോടി രൂപ അധികമായി ലഭിക്കുന്നു. ഈ 2 ലക്ഷം കോടി രൂപ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിമാൻഡിന്റെ വർധനവനുസരിച്ച് ഉൽപ്പന്ന മേഖല ഉയരാതെ സാധ്യമല്ല. അപ്രകാരം ഉണ്ടാകുന്ന തൊഴിൽ ദിനങ്ങളും തൊഴിൽ സാധ്യതകളും ഭാരത സർക്കാരിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന 48,000 കോടി രൂപയുടെ നഷ്ടം നികത്താൻ സാധിക്കുന്ന വരുമാന മാർഗമായി മാറും. ആയതിനാൽ പരോക്ഷ നികുതികളോ സർചാർജുകളോ ഏർപ്പെടുത്താതെ തന്നെ കേന്ദ്ര സർക്കാരിന് അധിക വരുമാനം ലഭിക്കും. ഇതേ വരുമാനം തന്നെ സംസ്ഥാന സർക്കാർക്കും ലഭിക്കുന്നതിനാൽ അവർക്കുണ്ടാകുന്ന നികുതി നഷ്ടവും പരിഹരിക്കപ്പെടും.